സർ വീരപ്പന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കണമെന്നാണ് ഭാര്യയായ മുത്തുലക്ഷ്മി ആവശ്യപ്പെടുന്നത്. മന്ത്രിക്ക് അത് സംബന്ധിച്ച് അവരൊരു നിവേദനവും നൽകിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ അത്രയ്ക്ക് അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല. കായംകുളം കൊച്ചുണ്ണിക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്മാരക മന്ദിരം പണിത ഒരു നാട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഈ വാർത്തയിൽ ഞെട്ടൽ രേഖപ്പെടുത്താനുള്ള ഒരു അവകാശമൊന്നുമില്ല. പക്ഷേ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വേണ്ടി ഇത്തരത്തിൽ സ്മാരകങ്ങൾ നമ്മുടെ രാജ്യത്ത് പണിതുയർത്തേണ്ട കാര്യമുണ്ടോ? വനം കൊള്ളക്കാരൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കർണാടകത്തെ, കേരളത്തെയും തമിഴ്നാടിനെയും നന്നായിട്ട് വിറപ്പിച്ച വനം കൊള്ളക്കാരൻ വീരപ്പന് ഒരു സ്മാരകം വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. മറ്റോ നടന്ന ഒരു പരിപാടിയില് DMK മന്ത്രിയോട് ഭാര്യ മുത്തുലക്ഷ്മി ആവശ്യപ്പെട്ടിരിക്കുന്നു, എന്റെ ഭർത്താവ് ഒരു സ്മാരകം വേണം. വീരപ്പനെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. 2004 അദ്ദേഹം മരിച്ചുപോയി. 52-ാമത്തെ വയസ്സിലെ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചെങ്കിലും വീരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സില്, ഈ അതിൽ കൂടുതൽ പ്രായമുള്ള ആളുകളുടെ മനസ്സിലൊരുണ്ട്. അത് പ്രത്യേകിച്ച് അവരൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് വലിയ കപ്പട മീശ, വലിയ കൊമ്പൻ മീശയും വലിയ രൂപവും ഒരു തോക്കും ഒരു അയഞ്ഞ വസ്ത്രവും ഒക്കെ ഭീകര രൂപിയുള്ള ഒരു മനുഷ്യൻ. ഇത് അങ്ങനെ പുറത്തൊന്നും സഞ്ചരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പദങ്ങൾ എന്ന് പറയുന്നത് കർണാടകത്തിലെ സത്യമംഗലം, കൊല്ലകൽ, MM ഹിൽസ് എന്നൊക്കെ പറയുന്ന അവിടുത്തെ റിസർവ് വനങ്ങളിലായിരുന്നു. പുള്ളിയുടെ പ്രധാനപ്പെട്ട കളിസ്ഥലം, കളിത്തൊട്ടൽ എന്നൊക്കെ പറയുന്നത് ഈ കാടുകളിലായിരുന്നു. അതവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല. അവിടെ നിന്ന് അദ്ദേഹം പതുക്കെ തമിഴ്നാട് അതിർത്തിയിലേക്ക് കടക്കും. തമിഴ്നാട്ടിൽ നിന്ന് കടന്ന് കേരളത്തിന്റെ ചില ഭാഗങ്ങളിലുമൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. അവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വരുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കാനൊന്നും അല്ല. എല്ലാവർക്കും അറിയാവുന്നത് പോലെ 2 വസ്തുക്കളിൽ മാത്രമേ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് ചന്ദനമാണ്. വനങ്ങളിൽ നിബിഡമായി നിൽക്കുന്ന, സമൃദ്ധമായി നിൽക്കുന്ന, കേരളത്തിലും ചന്ദനം ഉണ്ടായിരുന്നു. ചന്ദനം തപ്പിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. ചന്ദനമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്ടമായ ഒരു മരം. അത് മുറിച്ചു കൊണ്ടുപോകുക. നല്ല വില കിട്ടുന്ന മരമാണല്ലോ. അത് മുറിച്ചു കൊണ്ടുപോവുക. പിന്നീടൊന്ന് ആനക്കൊമ്പാണ്. ആനക്കൊമ്പ് എന്ന് പറഞ്ഞാൽ വലിയ ആനകളുടെ, കാട്ടാനകളുടെ കൊമ്പുകൾ. ആനയെ കൊന്ന ശേഷം അതിന്റെ കൊമ്പുകൾ എടുക്കുക. കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ വരുമാനം ഉണ്ടാക്കി. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ഈ മാതിരിയുള്ള ആനകളെ കൊല്ലുക, അതേപോലെ തന്നെ ചന്ദനം മുറിക്കുക, ഇത്തരത്തിലുള്ള കാട്ടുപരിപാടികൾക്കൊക്കെ തടസ്സം നിൽക്കാൻ ചെന്ന പോലീസുകാര്, ഫോറസ്റ്റ് ഉദ്യോഗ ഏതാണ്ട് 600-700ഓളം പേരെ അദ്ദേഹം വകവരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുറെ പേരെയൊക്കെ മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം കൊന്ന ആനകളുടെ കണക്കിയൊക്കെ അടുത്ത സമയത്തൊക്കെ വനം വകുപ്പിന്റെ കണക്കുകൾ ചിലതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് അവിടെ 1000-നടുത്ത ആനകളെയാണ് വീരപ്പൻ കൊന്നിരിക്കുന്നത്. കൊന്ന ശേഷം അതിന്റെ കൊമ്പെടുക്കുക. ആനക്കൊമ്പിന്റെ വിലയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ. ഇദ്ദേഹത്തെ പിടിക്കാനായിട്ട് നമ്മുടെ 3 സംസ്ഥാനങ്ങളും കൂടെ ചേർന്ന് ശ്രമിച്ചിരുന്നു. കർണാടക ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ തമിഴ്നാടും, കേരള സർക്കാരും അതിനെ പരോക്ഷ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തതാണ്. ഈ പറഞ്ഞ MM ഹിൽസ് കേന്ദ്രീകരിച്ച് എത്ര സേനകൾ ഇറങ്ങിയെന്നറിയോ? എത്ര ദൗത്യ സേനകൾ ഇറങ്ങിയിട്ട് അവർ വർഷങ്ങളോളം ഏതാണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഇവർ ചെലവഴിച്ചത്. ഈ 3 സർക്കാരും കൂടി വീരപ്പനെ പിടിക്കുന്നതിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. അവസാനം കിട്ടിയത് ചതിയിൽ കൂടെ അദ്ദേഹത്തെ കിട്ടി. വീരപ്പനെ കിട്ടിയിട്ടുണ്ട്. വീരപ്പനെ കിട്ടാതിരിക്കാനുള്ള കാരണം വീരപ്പൻ ഈ പറഞ്ഞതുപോലെയാണ്. വീരപ്പന് ഒരു വലിയ താരപരിവേഷമാണ്. ആ വനപ്രദേശങ്ങളിൽ, അദ്ദേഹം വിഹരിക്കുന്ന സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലും വലിയ താരപരിവേഷമാണ് വീരപ്പന്. അവരെ ഒന്നും ഉപദ്രവിക്കുന്നില്ല. ഈ നാട്ടുകാരെ ഒന്നും ഉപദ്രവിക്കുന്നില്ല. അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ഉപദ്രവിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെ സമ്പാദിക്കുന്ന ചന്ദനവും ആനക്കൊമ്പിലും കൂടെ സമ്പാദിക്കുന്ന കോടിക്കണക്കിന് രൂപ, അതിൽ നല്ലൊരു ശതമാനം തന്റെ ഗ്രാമീണർക്ക് അദ്ദേഹം കൊടുക്കുമായിരുന്നു. അവർക്കൊക്കെ നല്ല സഹായം ആവശ്യം വരുന്ന, അദ്ദേഹത്തിന്റെ കുടുംബം നാട്ടിലുണ്ടായിരുന്നു. മുത്തുലക്ഷ്മി അടക്കമുള്ള മക്കളും ഒക്കെ നാട്ടിലുണ്ടായിരുന്നു. ഭാര്യയും മക്കളും നാട്ടിലുണ്ട്. അപ്പോൾ അതുവഴി കൊടുക്കുമായിരുന്നു, നല്ല സഹായം കൊടുക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിനും അനുചരന്മാർക്കും വേണ്ട ഭക്ഷണവും മറ്റു വസ്തുക്കളാണ് നാട്ടുകാരെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈ അടുത്ത സമയത്തും ചില ബ്ലോഗർ യൂട്യൂബ് ചെയ്യുന്ന യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ പോയി ഇദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്നത് മേട്ടൂരാണ് കേട്ടോ. മേട്ടൂര് ഡാമിനടുത്ത് ഒരു സ്ഥലമാണ്. അവിടെയാണ് വീരപ്പനെ അടക്കിയിരിക്കുന്നത്. വീരപ്പനെ അദ്ദേഹത്തിന്റെ ഒരു സഹോദരന്റെ മകൻ, 2 മൃതശരീരങ്ങളാണ് അവിടെ അടക്കിയിരിക്കുന്നത്. അവിടെ ഒരു പ്രത്യേക ഒരു സംവിധാനമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ പോകുന്ന ആളുകൾ പറയുന്നത്, അവർ ഈ വീരപ്പന്റെ നാട്ടിലും ജന്മനാട്ടിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ചെന്ന് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചു കഴിഞ്ഞിട്ട്
വീരപ്പനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായമായവരോടൊപ്പം അല്ലെങ്കിൽ 40-50 വയസ്സുള്ള ആളുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവരൊന്നും പറയത്തില്ല. വീരപ്പനെ കുറിച്ച് ഇപ്പോഴും വിട്ടു പറയത്തില്ല. വീരപ്പൻ മരിച്ചിട്ട് 21 വർഷം കഴിഞ്ഞിട്ടും വീരപ്പൻ എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാരും ഒന്നും മിണ്ടത്തില്ല. കാരണം അത്രയേറെ അവർക്ക് എന്തോ വിശ്വാസക്കുറവാണോ അതോ അദ്ദേഹത്തിലുള്ള ആത്മാർത്ഥതയാണോ ഒന്നും വിട്ടു പറയത്തില്ല അവർ. മലയാളത്തിൽ തന്നെയുള്ള എത്ര വ്ളോഗുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ കഴിയുകയാണ് വീരപ്പൻ അവിടെ. സേലം മേട്ടൂരിനടുത്ത് അദ്ദേഹത്തിന്റെ ഒരു കല്ലറയും, മറ്റേ കല്ലറ എന്ന് പറഞ്ഞാൽ എല്ലാ ചെറിയ മണ്ണിൽ എന്തൊക്കെയോ കുറെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടാണ്, ഒരു കാവൽക്കാരനും ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ കഴിയുന്ന വീരപ്പൻ ഒരു സ്മാരകം വേണം. വീരപ്പനെ അങ്ങനെ ഒരു വലിയ പരിവേഷമുള്ള ആളാണത്. അത് ഇതിനൊപ്പം തന്നെ വേറൊരു കാര്യം എന്തെങ്കിലും ആനക്കൊമ്പും പിന്നെ ചന്ദനവും മാത്രമല്ല, അവിടുത്തെ കർണാടകയുടെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിരുന്ന രാജ്കുമാറിനെ ഇതുപോലെ പണം തികയാതെ വന്നപ്പോഴാണെന്ന് തോന്നി രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് വീരപ്പൻ. അങ്ങനെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ട്, ആളുകളെ വളരെ അറ്റൻഷൻ കിട്ടുന്ന ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹം. രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോവുക വഴി വീരപ്പൻ കുറെ നാളത്തേക്ക് അദ്ദേഹത്തിലേക്ക് തന്നെയാണ് എല്ലാ മീഡിയ അറ്റൻഷനും അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. പിന്നീട് വലിയ തുക മേടിക്കുകയോ മറ്റോ ചെയ്തെന്നാണ് പറയുന്നത്. എന്തായാലും പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം രാജ്കുമാറിനെ വിട്ടയക്കുകയും ചെയ്തു വീരപ്പൻ, കുറെ നാളുകൾക്ക് ശേഷം ചെയ്തു. അങ്ങനെയൊക്കെയുള്ള വീരപ്പനാണ്. ഈ വീരപ്പന് വേണം സ്മാരകം പണിയാനെന്നാണ് ഭാര്യ ആവശ്യപ്പെടുന്നത്. ഭാര്യ എന്ന് പറഞ്ഞാൽ അവരിപ്പോ ഒരു രാഷ്ട്രീയ കക്ഷിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ, അവിടുത്തെ തെരഞ്ഞെടുപ്പില് അവർക്ക് ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകൾ ആ സംഘടനയ്ക്ക്, ആ പാർട്ടിക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് DMK സംബന്ധിച്ചിടത്തോളം അവരെ കാര്യത്തിലൊരു പരിഗണന എടുക്കാം, അവർ നോക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ മുത്തുലക്ഷ്മിയുടെ ആവശ്യം എന്ന് പറയുന്നത് വീരപ്പന് എന്തുകൊണ്ട് സ്മാരകം വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ ആ നിവേദനത്തിൽ പറയുന്ന കാര്യം, ഇദ്ദേഹം ഒരു നല്ല പ്രകൃതി സംരക്ഷകനായിരുന്നു, പ്രകൃതി സ്നേഹിയായിരുന്നു. അദ്ദേഹം വൃക്ഷങ്ങളെയും മറ്റു കാര്യങ്ങളെയൊക്കെ, അതായത് ചന്ദനം ഒഴിച്ച് മറ്റു മരങ്ങളെയെല്ലാം വീരപ്പൻ സംരക്ഷിച്ചു നിർത്തിയിരുന്നു. അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരൊറ്റ മരം മാത്രം മുറിച്ചു മാറ്റിയിരുന്നുള്ളൂ. അതുപോലെ വനത്തിലുണ്ടായിരുന്ന മറ്റെല്ലാ മൃഗങ്ങളെയും വീരപ്പൻ സംരക്ഷിച്ചു. കാരണം വീരപ്പനോടുള്ളത് കൊണ്ടാണ് മറ്റാരും അങ്ങോട്ട് ചെല്ലാത്തത്. ആ മാനയെ ഒഴിച്ച് മറ്റൊരു മൃഗത്തിനെയും അദ്ദേഹം ഉപദ്രവിച്ചിട്ടില്ല. അതിനെ എല്ലാം സംരക്ഷിച്ചു നിർത്തി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും വനങ്ങൾ ഇന്നത്തെ നിലയിൽ അവിടെ നിൽക്കാനുള്ള കാരണം വീരപ്പനാണ്. അവിടെ മരമുറി നടന്നിട്ടില്ല. നമ്മുടെ ഇവിടെ കേരളത്തിലെയൊക്കെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ. നമ്മുടെ ഇവിടെ ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ എന്തൊക്കെയാ സംഭവിച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ ഒന്നാം തരം മരങ്ങള്, ചന്ദനം അടക്കമുള്ള, ഈട്ടി അടക്കമുള്ള, നല്ല തേക്ക് അടക്കമുള്ള എന്തെല്ലാം മരങ്ങൾ എല്ലാം കൊണ്ടുപോയി എന്തെല്ലാം നമ്മൾ പോലെ വീരപ്പനേക്കാളും വലിയ കള്ളന്മാര് കയറി ഓപ്പറേറ്റ് ചെയ്തതാണ് അല്ലേ നമ്മുടെ ഈ 2 ജില്ലകളിൽ ഇഷ്ടം പോലെ കൊണ്ടുപോയി. അതുപോലെ ആനകള്, അതുപോലെ കയ്യേറ്റം, അതുപോലെ റിസോർട്ട് മാഫിയൊക്കെ നമ്മുടെ ഈ 2 ജില്ലകളിൽ കാണിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥ. മൂന്നാറിന്റെയൊക്കെ അവസ്ഥ നമുക്കിപ്പോ അറിയാമല്ലോ. മൂന്നാറിൽ ഇപ്പൊ അവിടെ നല്ല തണുപ്പ് കാലത്ത് പോലും തണുപ്പില്ല, ചൂടാണെന്നാണ് പറയുന്നത്. നമ്മുടെ ആളുകള് ചിലരൊക്കെ ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ട്, വീരപ്പൻ ഇവിടെങ്ങാനും കൂടെ കുറച്ചു കാലം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ 2 ജില്ലകളിൽ, പ്രത്യേകിച്ച് വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ വീരപ്പൻ കുറച്ചു കാലം കൂടെ അദ്ദേഹത്തിന്റെ ഒരു ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നലെങ്കിലും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രകൃതി സമ്പത്ത് നഷ്ടപ്പെടുമായിരുന്നില്ല എന്നാണ് കുറെ ആളുകള്, തമാശാണെങ്കിൽ പോലും, ചിലർ തമാശന് പറയുന്നതാണെങ്കിൽ പോലും അതൊരു സത്യമാണെന്നാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു ദോഷവും വീരപ്പൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇപ്പൊ മറ്റൊരു വിഷയം കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തില് ഒന്ന് നോക്കുക, വീരപ്പനെ പോലൊരു മറ്റു കഥാപാത്രം, അദ്ദേഹം കൊലപാതകവും ആനക്കൊമ്പും ഒന്നും എടുത്തിട്ടില്ലെങ്കിലും നാട്ടും പ്രദേശത്താണ് ജീവിച്ചത് കൊണ്ട് കായംകുളം കൊച്ചുണ്ണി എന്നൊരു കഥാപാത്രമുണ്ട്. നമ്മുടെ കായംകുളത്തിനടുത്ത് വവ്വാക്കാവിൽ ജീവിച്ചിരുന്നതാണ്, വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതാണ്. ചെറിയ അത്യാവശ്യം ഉള്ള കൊലപാതകം, പിടിച്ചുപറി, ഇതൊക്കെ മാത്രമേ ഉള്ളായിരുന്നു തൊഴില്. കിട്ടുന്നതിൽ നല്ലൊരു തുക പാവങ്ങൾക്ക് കൊടുക്കുക, അദ്ദേഹത്തിന് ജീവിക്കാനുള്ളത് എടുത്ത ശേഷം ബാക്കിയുള്ള പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള ആളായിരുന്നു കായംകുളം കൊച്ചുണ്ണിയെ ചതിവിലാണ് പിടിക്കുന്നത്. ചതിവിൽ കൂടെ പിടിച്ചു. പക്ഷെ കൊച്ചുണ്ണി ഇപ്പോഴും അനശ്വരനാണ്. മധ്യ തിരുവിതാംകൂറില് വലിയ അനശ്വരനായ ഒരു കഥാപാത്രമാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കായംകുളം, അദ്ദേഹത്തിന്റെ വീടൊക്കെ ഉൾപ്പെട്ടിരുന്ന കായംകുളം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അവിടുത്തെ ജനപ്രതിനിധി, ഒരു CPM MLA ആണ്, അവരുടെ ഫണ്ടിൽ നിന്ന് കൊടുത്ത തുക അനുവദിച്ചുകൊണ്ട് അവിടെ ഒരു പാർക്ക് പണിഞ്ഞു. ആ പാർക്കിന് പേര് കൊടുത്തിരിക്കുന്നത് കൊച്ചുണ്ണി സ്മാരകം എന്നാണ്. കായംകുളം കൊച്ചുണ്ണി സ്മാരകം, അങ്ങനെയാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. 2 വശത്തിലെ പാർട്ടിക്കകത്ത് തർക്കമുണ്ട് അത്തരം കാര്യങ്ങളില്ല. അങ്ങനെ ചെയ്തത് ശരിയാണോ എന്നൊക്കെയുള്ള ചില തർക്കങ്ങളുണ്ട്. പക്ഷെ എന്തായാലും സംഭവിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ കോഴഞ്ചേരിക്കടുത്ത് ഒരു ചെറിയ ക്ഷേത്രം പോലെ ഒരു ആരാധനാലയമൊക്കെ കൊച്ചുണ്ണിയുടെ പേരിൽ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പരിവേഷമുള്ള ആളുകളുണ്ട് ഇവിടെ, കേരളത്തിലും ഉണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ ഇപ്പൊ അതാണ് ചോദിക്കുന്നത്, കൊച്ചുണ്ണിക്ക് പാർക്കും അല്ലെ സ്മാരകവും ആ ക്ഷേത്രവും ഒക്കെ ആകാമെങ്കിൽ അതിനേക്കാട്ടിൽ എത്രയോ നിലയിൽ നമുക്ക് ഉയർന്ന തരത്തിൽ പ്രവർത്തിച്ച വീരപ്പൻ എന്തുകൊണ്ടായിക്കൂടാ? വീരപ്പൻ മുത്തലക്ഷ്മിയുടെ വാദങ്ങൾ ശരിയല്ലേ? മുത്തലക്ഷ്മി പറയുന്നത് ശരിയല്ലേ? ഒരു പ്രകൃതി സ്നേഹിയായിരുന്നില്ലേ? ഈ രണ്ട് വസ്തുക്കളിൽ അല്ലാതെ മറ്റൊന്നും വീരപ്പൻ കട്ടെടുക്കുകയോ അതിനെ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ മന്ത്രിക്ക് നിവേദനം കൊടുത്തിരിക്കുന്നത്. പരിഗണിക്കാമെന്നാണ് തമിഴ്നാട് മന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് വരുമോ എന്ന് നമുക്ക് നോക്കാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും വീരപ്പനെ പോലെയുള്ള ഒരു കഥാപാത്രത്തെ പെട്ടെന്ന് നമുക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞതും അതും ഒരു ഈ പറഞ്ഞ പോലെ പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.